എല്ലാവർക്കും പെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള ടെഡിയുടെ ഒരു പ്രിൻ്റായിട്ടുള്ളൊരു ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലീവ്സ് നമ്മൾ ചെറിയൊരു പഫ് സ്ലീവ് പോലെയാണ് കൊടുക്കുന്നത്, ഒരു ബലൂൺ പാറ്റേണിൽ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഐറ്റം. താഴെ കുറച്ച് ഗ്യാതറിങ് കൂടിയും കൊടുക്കാണ്ട്, അതിനാണ് ഇവിടെ സ്പേസ് വിട്ടേക്കുന്നത് കേട്ടോ. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് വെൽവെറ്റ് ഫാബ്രിക്കാണ്. അതിൽ നമ്മൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ബുട്ടാസാണ് കേട്ടോ ഇടയിൽ പോയിട്ടുള്ള. പിന്നെ നമ്മളിത് സ്ലിറ്റഡ് പാറ്റേണിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ലിറ്റിൻ്റെ സൈഡ് മൊത്തമായിട്ട്, സൈഡും ബോട്ടം പോർഷനും ഫുള്ളായിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ജസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു. ഇതാണ് സ്ലീവിൻ്റെ ഏരിയ വരുന്നത് കേട്ടോ. ഇതിൽ കുഞ്ഞു കുഞ്ഞു പുട്ടാസ് കൊടുത്തിട്ട് എൻ പോർഷനിലേക്ക് കുറച്ച് ഹെവി ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഞാൻ ചെയ്യുന്ന വർക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എല്ലാം കുഞ്ഞു കുഞ്ഞു കട്ട് ബീഡ്സാണ് യൂസ് ചെയ്യാറുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, കുഞ്ഞു കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ടാവും. വലിയ കട്ട് ബീഡ്സ് ആകുമ്പോൾ നമുക്ക് വർക്ക് ടൈം കുറവായിരിക്കും വരിക, കോസ്റ്റും കുറവായിരിക്കും വരിക. കുഞ്ഞ് ബീഡ്സ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇതൊരു സാരിയാണ്. നമ്മളിതിൻ്റെ ചെസ്റ്റ് പോർഷനിലും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഭാഗത്തേക്കും നമ്മൾ കുറച്ച് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഞാനൊന്ന് വെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡമ്മിയിൽ ജസ്റ്റ് പിൻ ചെയ്തിട്ടോ ഞാൻ വീഡിയോ വേറെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം. താങ്ക്